സത്യം പറഞ്ഞാൽ അഗ്നി ഇപ്പോൾ ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണ്. ഇതിനെല്ലാം ഞാൻ എങ്ങനെയാണ് കുട്ടിയോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവളുടെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി മിന്നി. കേസ് ജയിച്ചാൽ എന്തു വേണമെങ്കിലും ഞാൻ തരും. എൻ്റെ സ്വത്ത് മുഴുവൻ നീ ചോദിച്ചാലും ഞാൻ തരും. അല്ലെങ്കിലും കേസ് കഴിഞ്ഞാൽ പിന്നെ അതിനെല്ലാം അവകാശി ഞാൻ തന്നെയാണ്. ചുണ്ടുകൾ മെല്ലെ അനക്കിക്കൊണ്ട് അവൾ പറഞ്ഞത് അയാൾക്ക് വ്യക്തമായില്ല. എന്താ പറഞ്ഞത്? എനിക്ക് വ്യക്തമായില്ല. പകരമൊന്നും വേണമെന്ന് കരുതിയിട്ടല്ലെന്ന് പറഞ്ഞതാ. ഗുരുവായൂരിൽ നിന്നും തിരിഞ്ഞ് കൂനം മൂച്ച് ടച്ച് ചെയ്യാതെ ശ്രീകൃഷ്ണ കോളേജിൻ്റെ മുൻപിലൂടെ കടന്ന് മറ്റം സെൻറ്ററിലേക്ക് ആ കാർ ഒഴുകിക്കൊണ്ടിരുന്നു. റോഡിനൊരു ഭാഗത്ത് താഴ്ചയും മറുഭാഗത്ത് കുന്നും. മനോഹരമായ വ്യൂ. മറ്റം സെൻറ്ററിൽ നിന്ന് വാഗ റോഡിലേക്ക് കടന്ന് ഇളവുള്ളി വഴി മുല്ലശ്ശേരി എത്തുന്നതിന് മുൻപാണ് ലക്ഷ്മണൻ പോറ്റിയുടെ വീട്. ലച്ചുവമ്മ മരിച്ചപ്പോൾ വന്നിട്ടുള്ളത് കൊണ്ട് തറവാട് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി. കാറിൽ നിന്ന് ഇറങ്ങിയതും തെക്കേ തൊടിയിലേക്കാണ് കണ്ണുകൾ പോയത്. ലച്ചുവമ്മയുടെ ചിതയെരിഞ്ഞ സ്ഥലം, ലച്ചുവമ്മ ശാന്തമായി ഉറങ്ങുന്ന സ്ഥലം. മിഴികളിൽ മിഴിനീർ ഉരുണ്ടുകൂടാൻ അധിക സമയം വേണ്ടി വന്നില്ല. തോളിൽ കരതല സ്പർശമേറ്റപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. അങ്ങോട്ട് നോക്കി നിന്ന് മനസ്സിന് ആധികേറ്റണ്ട. നീ കാണാൻ വന്നയാൾ അതാ പൂമുഖത്ത് നിൽക്കുന്നു. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇരു കൈകൾ കൊണ്ട് മുഖം അമർത്തി പിടിച്ചുകൊണ്ട് അവൾ ഉള്ളിലെ വിങ്ങൽ മാറ്റാനായി ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. പിന്നെ നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് ആനന്ദിൻ്റെ പിന്നാലെ പൂമുഖപ്പടികൾ കയറി. 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് കരുതിയതായിരുന്നു ഞാൻ. അപ്പോഴാണ് ആനി ഇങ്ങോട്ട് വരുന്നത്. എന്താണാവോ ഈ വരവിൻ്റെ ഉദ്ദേശം? ആനന്ദിനോട് അങ്ങനെ ചോദിച്ച് ആനന്ദിൻ്റെ പിന്നിലുള്ളവളുടെ മുഖത്തേക്ക് നോക്കിയതും ലക്ഷ്മണൻ പോറ്റിയുടെ പുരുകം വളഞ്ഞു. ഇതാ കുട്ടിയല്ലേ അഗ്നിമിത്ര? തൻ്റെ കൂടെ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമല്ലോ. കാരണമുണ്ട്, അത് അഗ്നി തന്നെ പറയും. ഉമ്മറത്ത് നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിലൊന്നിൽ ലക്ഷ്മൺ പോറ്റിയിരുന്നു. ആനന്ദും അഗ്നിമിത്രയും സോപാനപ്പടിയിലാണിരുന്നത്. എന്താ മോളെ, എന്താ കാര്യം? ഇപ്പോൾ നടക്കുന്ന കേസിനെക്കുറിച്ചെല്ലാം സാറിനറിയാമല്ലോ. പ്രതിഭാഗം വക്കീൽ കുറച്ച് സ്ട്രോങ് ആണ്. വാദിഭാഗം വാദിക്കാൻ അതിലും പ്രഗത്ഭനായ വക്കീൽ വേണം. സാറ് മുമ്പ് വക്കീലായിരുന്നു എന്ന് ആനന്ദ് സാർ പറഞ്ഞു. അന്നഴിച്ചു വെച്ച വക്കീൽ കോട്ട് വീണ്ടും ഇടണമെന്ന് അപേക്ഷിക്കാൻ വന്നതാണ് ഞാൻ. അയാളുടെ ചുണ്ടുകളിൽ തെളിച്ചമില്ലാത്ത ഒരു ചിരി വിടർന്നു. അന്നത് അഴിച്ചു വെച്ചെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ഇനിയും ആ കോട്ടെടുത്തിടാൻ എനിക്ക് താല്പര്യമില്ലൂട്ടി. വീണ്ടും ഒരിക്കൽ ഇടണമെന്നാഗ്രഹിച്ച് ഊരി മാറ്റിയതല്ല ഞാൻ. മനസ്സ് വെറുത്തുകൊണ്ട് ഊരി എറിഞ്ഞതാ. അയാളുടെ ഉള്ളിലെ വക്കീൽ മരിച്ചുപോയി എന്ന് ആ വാക്കുകളിൽ നിന്നും അവൾക്ക് മനസ്സിലായി. കുറച്ചു നേരം എനിക്ക് സാറിനോട് തനിച്ചൊന്ന് സംസാരിക്കാൻ അവസരം തരുമോ? എൻ്റെ സംസാരത്തിൽ ഒരിടത്തും വക്കീൽ കോട്ട് തിരിച്ചിടണമെന്ന് ഞാൻ പറയില്ല. ആ തീരുമാനം ഞാൻ സാറിന് തന്നെ വിട്ടു തന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ എനിക്കൊരു അരമണിക്കൂർ സമയം തരണം. അപേക്ഷയാണ്. തനിച്ച് എന്ന് പറയുമ്പോൾ അനുവിനെ ഒഴിവാക്കണോ? ആനന്ദിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ലക്ഷ്മണൻ പോറ്റി ചോദിച്ചത്. വേണം. അദ്ദേഹം എന്നല്ല, ഞാനും സാറും ഒഴിച്ച് ആരും വേണ്ട. ഓക്കെ. അനു, നീ എന്നാൽ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്ക്. ഞങ്ങൾ 2 പേരും കൂടി തൊടിയിലൂടെ നടന്നിട്ട് വരാം. ആനന്ദ് ലക്ഷ്മൺ പോറ്റിയുടെ മുഖത്തേക്ക് നോക്കി ചിരിയിലൂടെ സമ്മതമറിയിച്ചു. നമുക്ക് തെക്കേ ഭാഗത്തേക്ക് പോകാം. എൻ്റെ ലച്ചുവമ്മ ഉറങ്ങുന്നിടത്ത്. ഞാൻ പറയുന്നതെല്ലാം എൻ്റെ ലച്ചുവമ്മ കേൾക്കണം. അവളെ ഒരു നിമിഷം നോക്കി നിന്നതിന് ശേഷം അയാൾ തെക്കേ തൊടിയിലേക്ക് നടന്നു. ഇപ്പോൾ വരാമെന്ന് ആനന്ദിനോട് കൈ കാണിച്ചുകൊണ്ട് മിത്രയും നടന്നു. അപ്പോൾ അനി വിവാഹം കഴിച്ച പെൺകുട്ടി ലക്ഷ്മി പാർവതി ഇപ്പോൾ എവിടെയുണ്ടെന്ന് അഗ്നിമിത്രയ്ക്ക് അറിയാമല്ലേ? അഗ്നിമിത്രയ്ക്ക് അക്കാര്യം അറിയാമെന്ന് അനിക്കറിയുമോ? ഇല്ല. ആ പെൺകുട്ടി ജയിലറയ്ക്കുള്ളിൽ വെച്ച് അനിയുടെ കുഞ്ഞിനെ ജന്മം കൊടുത്തിട്ടുണ്ടല്ലേ? അതിനവൾ മറുപടി പറഞ്ഞില്ല. ലക്ഷ്മി പാർവതിക്ക് അറിയാമായിരിക്കും ആ കുഞ്ഞെന്ന് എവിടെയുണ്ടെന്ന്. അഗ്നിമിത്രയോട് അവർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? അവൾ അല്പനേരം മൗനയായിരുന്നു. മിഴികൾ ലച്ചു അമ്മയുടെ സമാധിയിലേക്ക് നീണ്ടുപോയി. ഈ കേസ് കോടതിയിലെത്തുമ്പോൾ തനിക്ക് ലഭിക്കുന്നത് നഷ്ടങ്ങളുടെ കൂമ്പാരമായിരിക്കും. എന്നാലും ഈ കേസ് ജയിക്കണം. ഹരിനന്ദനെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് എനിക്ക് അയാളുടെ മുൻപിൽ ചെന്ന് നിൽക്കണം. അയാളോട് എനിക്ക് കുറേ ചോദിക്കാനുണ്ട്. ലക്ഷ്മൺ പോറ്റിക്ക് അവൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഈ കേസ് കോടതിയിലെത്തിയാൽ കുട്ടിക്ക് എങ്ങനെയാണ് നഷ്ടങ്ങളുണ്ടാവുന്നത്? ഞാൻ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ട അവസ്ഥ വരും സാർ. എതിർഭാഗം വക്കീൽ എന്നെ തേജോവധം ചെയ്യും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. എടോ, താൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ശരിക്കും ഈ കേസ് ഏറ്റെടുത്തു എന്ന് വിചാരിക്കൂ. അങ്ങനെയെങ്കിൽ സത്യം സത്യം പോലെ വക്കീൽ അറിഞ്ഞിരിക്കണമല്ലോ. അവൾ മറുപടി പറയാതെ തല താഴ്ത്തിയിരുന്നു. ഡോക്ടറോടും വക്കീലിനോടും ഒരിക്കലും നുണ പറയരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിനക്കതറിയാമെങ്കിലും ഞാനത് ഒരിക്കൽ കൂടി പറയാം.
ഒരു ഡോക്ടറുടെ മുമ്പിൽ നമ്മൾ അസുഖങ്ങൾ മറച്ചു പിടിച്ചാൽ യഥാർത്ഥ അസുഖം കണ്ടുപിടിക്കാൻ ഡോക്ടർക്ക് കഴിയാതെ വരും. അതുമൂലം ശരിയായ ചികിത്സ കിട്ടാതെ ആ രോഗി മരണത്തിലേക്ക് കടന്നുപോയി എന്ന് വരാം. അതുപോലെ തന്നെയാണ് വക്കീലിൻ്റെ കാര്യത്തിലും. കുറ്റവാളി കുറ്റം ചെയ്തവനായാലും അല്ലാത്തവനായാലും ചെയ്ത കുറ്റം എന്താണെന്നും എങ്ങനെയാണെന്നും വക്കീലിനോട് നേരാവണ്ണം പറഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം കേസ് ജയിക്കാനുള്ള ചാൻസ് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഡോക്ടറോടും വക്കീലിനോടും ഒരിക്കലും നുണ പറയരുതെന്ന് പറയുന്നത്. ഇനി പറയൂ, താൻ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? അനി പോലും കേൾക്കാൻ പാടില്ലാത്ത ആ കാര്യങ്ങൾ എന്താണ്? ആനന്ദ് സാർ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് മുഖമുയർത്തി അയാളെ നോക്കി. എനിക്കറിയാമെങ്കിൽ താൻ അനിയെ ഒഴിവാക്കില്ലല്ലോ. ഞാൻ തന്നെയാണ് നിങ്ങളുടെ വക്കീലെന്ന് കരുതൂ. മനസ്സിൽ സൂക്ഷിച്ചതെല്ലാം എൻ്റെ മുന്നിലേക്ക് കുടഞ്ഞിടൂ. സാർ, ഈ കഥ ആരംഭിക്കുന്നത് എൻ്റെ അധ്യാപകനായ ആനന്ദ് സാർ എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് തന്നതിൻ്റെ പേരിലാണ്. എന്നാൽ അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ഞാൻ ഇറങ്ങുന്നത് എൻ്റെ തന്നെ അസ്തിത്വം തേടിയാണെന്ന്. അവൾ പറഞ്ഞ വാക്കുകൾ ഓരോന്നും അയാൾ തൻ്റെ ചിന്തയിലേക്ക് ആവാഹിച്ചു. ചിന്തകൾക്കൊടുവിൽ അയാൾക്ക് കിട്ടിയ ഉത്തരത്തെ കൂട്ടുപിടിച്ചുകൊണ്ടയാൾ സംശയം നിറഞ്ഞ മിഴികളോടെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പ്രൊഫസർ ആനന്ദ് ഗംഗാധറിന് ലക്ഷ്മി പാർവതിയിൽ ജനിച്ച മകളാണ് താങ്കളുടെ മുന്നിലിരിക്കുന്ന അഗ്നിമിത്ര. അയാൾ അവളുടെ വാക്കുകളിൽ നിന്നും കണ്ടുപിടിച്ച ഉത്തരവും അതുതന്നെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ലക്ഷ്മൺ പോറ്റിയിൽ ആ നിമിഷം ഞെട്ടലൊന്നും പ്രകടമാകാതിരുന്നത്. ഇങ്ങനെയൊരു സത്യം നിന്നോട് ആരാണ് പറഞ്ഞത്? ഹരിനന്ദൻ. അയാൾ എന്നെ കൊല്ലാൻ തീരുമാനിച്ച നിമിഷമായിരുന്നു അത്. അതുകൊണ്ടായിരിക്കാം എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞത്. എൻ്റെ ആത്മവിശ്വാസത്തെ തളർത്തുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. ആനന്ദ് സാർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്നും എല്ലാം ചെയ്തത് അയാൾ തന്നെയാണെന്നും അന്ന് എന്നോട് പറഞ്ഞു. ആനന്ദ് സാർ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അതൊക്കെ പോരെ? പോരാ. അയാൾ പറഞ്ഞു എന്നതിന് നമുക്ക് തെളിവില്ലല്ലോ. നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ കോടതിയിൽ നിഷേധിച്ചാലോ? കോടതിക്ക് വേണ്ടത് വെറും വാക്കുകളല്ല, തെളിവുകളാണ്. കുറ്റം ചെയ്തയാളെ ശിക്ഷിക്കാൻ വേണ്ടത്ര തെളിവുകളില്ലെങ്കിൽ കോടതി അയാളെ വിട്ടയക്കും. കോടതിയുടെ ആ തീരുമാനത്തെ മറികടക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അയാൾ പറഞ്ഞതിന് തെളിവില്ലെന്ന് ആരാ പറഞ്ഞത്? അഗ്നിമിത്ര അയാൾക്ക് മുന്നിൽ ജീവൻ പണയം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാവേറായി പൊരുതി മരിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യവുമുണ്ടായിരുന്നു. ആ ലക്ഷ്യം നിറവേറ്റിയിട്ട് തന്നെയാണ് പാതി ജീവനായി അഗ്നിമിത്ര പുറത്തേക്ക് പോകുന്നത്. അന്ന് ഞാൻ അയാളുടെ കൈകൊണ്ട് മരിച്ചു വീണാലും അയാൾ പറഞ്ഞതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും തെളിവുകളെല്ലാം എൻ്റെ കയ്യിൽ സേഫായിരുന്നു. ഞാനും മൂർത്തിയങ്ങളും കൂടി ചേർന്നെടുത്ത തീരുമാനം. അയാൾ മുന്നിലിരിക്കുന്നവളെ കണ്ണുകൾ വെട്ടാതെ നോക്കിയിരുന്നു. ചീറ്റപ്പുലി പോലൊരു പെണ്ണ്. സത്യത്തിൽ നിന്റെ ജീവൻ ആരുടേതാടി? അനുവിൻ്റെയോ ലക്ഷ്മി പാർവതിയുടെയോ? അയാൾ ഒരു ചെറു ചിരിയോടെ അവളെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് ചോദിച്ചു. രണ്ടുമല്ല, എന്നെ ആണിൻ്റെ വീര്യം പകർന്ന് വളർത്തിയ എൻ്റെ അച്ഛൻ അനന്തപത്മനാഭൻ്റെ, അദ്ദേഹത്തിൻ്റെ ജീവനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മകളാണ് ഞാൻ. നീ ഒരു പെണ്ണാണ് മോളെ എന്ന് എന്നോട് ഒരിക്കലും എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടില്ല. നൃത്തം ചെയ്യാൻ എനിക്കറിയില്ല. നൃത്തത്തിൻ്റെ ചുവടുകൾ ഞാൻ പഠിച്ചിട്ടുമില്ല. ഞാൻ പഠിച്ചത് കരാട്ടയും കളരിയുമാണ്. പിന്നെ അസല് നാടൻ തല്ലും. 4 പുരുഷന്മാർ വട്ടമിട്ട് മുന്നോട്ട് വന്നാൽ പോലും അവരെയെല്ലാം അതിജീവിച്ച് മുന്നേറാൻ എനിക്ക് കഴിയും. അതെൻ്റെ അച്ഛൻ എന്നിൽ വളർത്തിയെടുത്ത ആത്മവിശ്വാസമാണ്. ചിലപ്പോൾ എന്നെ പ്രസവിച്ച അമ്മയുടെ അനുഭവം അറിയാവുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ അങ്ങനെ വളർത്തിയെടുക്കാൻ തീരുമാനമെടുത്തത്. അവളുടെ മിഴികളിൽ നിറഞ്ഞു നിന്ന ആത്മവിശ്വാസം ലക്ഷ്മൺ പോറ്റിയുടെ ചുണ്ടുകളെ പുഞ്ചിരി അണിയിച്ചു. തെളിവെന്ന് പറയാൻ എന്താണ് അഗ്നിമിത്രയുടെ കയ്യിലുള്ളത്? അതുകൂടി പറഞ്ഞിട്ട് വേണം എനിക്കൊരു തീരുമാനമെടുക്കാൻ. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയില്ല. ഈ കേസ് ഏറ്റെടുക്കുന്ന വക്കീലിന് മൂർത്തിയെങ്കിൽ അത് കൈമാറിയിരിക്കും. എന്നെ ത്രില്ലടിപ്പിച്ചു കളഞ്ഞു നീ. ഞാൻ ഊരി ഉപേക്ഷിച്ച എൻ്റെ വക്കീൽ കുപ്പായം എൻ്റെ സമ്മതം പോലുമില്ലാതെ മനസ്സിൽ എന്നെ അണിയിച്ചു കഴിഞ്ഞു. എൻ്റെ ലക്ഷ്മിനോട് ഇത്രയും ക്രൂരത കാണിച്ചവനല്ലേ? അവളുടെ ജീവിതം കൊണ്ട് പന്താടിയവനല്ലേ? അവൾ പ്രസവിച്ച കുഞ്ഞ് കൺമുന്നിൽ വളർന്നിട്ടും ഒരു നോക്ക് പോലും കാണിച്ചു കൊടുക്കാത്തവനല്ലേ? അവനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടവൻ ഞാൻ തന്നെയാണ്. എൻ്റെ കൈകൊണ്ട് ഹരിനന്ദന് വിധി വാങ്ങിക്കൊടുക്കുമ്പോഴായിരിക്കും അവളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നത്. എൻ്റെ ലക്ഷ്മമ്മ സന്തോഷിക്കണമെങ്കിൽ അവന് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. അതോടെ എൻ്റെ സന്തോഷങ്ങൾ കെട്ടടങ്ങും. എൻ്റെ മീനൂട്ടിയും സിദ്ധുവേട്ടനും അച്ഛനും എന്നിൽ നിന്നും അകന്നു പോകും. അവരുടേതല്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയെന്ന് അവരറിയുന്നത് കോടതി വിധി വരുമ്പോഴായിരിക്കും. മിത്ര സങ്കടത്തോടെ മുഖം താഴ്ത്തി. സത്യങ്ങൾ എന്നും പുറത്തു വരേണ്ടവയല്ലേ മോളെ? സത്യം അവർക്കറിയാമായിരുന്നിട്ടും അവർ നിന്നെ സ്നേഹിക്കുന്നില്ലേ? അതുപോലെ തന്നെ നീ സത്യം മനസ്സിലാക്കിയെന്നറിഞ്ഞാലും ഇപ്പോഴുള്ള സ്നേഹത്തിന് ഒരു ഭംഗവും സംഭവിക്കാൻ പാടില്ല. ശരിക്കും നീ ഡിഗ്രിയും PGയും ഒന്നും എടുക്കേണ്ടായിരുന്നു. LLB എടുത്ത് വക്കീൽ കോട്ടിട്ട് കോടതിയിൽ കയറണമായിരുന്നു. അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. എനിക്ക് സിവിൽ സർവീസ് എക്സാം എഴുതണം.
പിന്നെ LLBയും എടുക്കണം. രണ്ടും ഇപ്പോഴെൻ്റെ ആഗ്രഹങ്ങളാണ്. മോളുടെ ആഗ്രഹങ്ങളെല്ലാം പൂവണിയട്ടെ. ഡിപ്പാർട്ട്മെൻറ്റിലെ കരുത്തുറ്റ സിംഹമാകട്ടെ. പെൺസിംഹം എന്ന് പറഞ്ഞ് ഞാൻ വില കുറയ്ക്കുന്നില്ല. ആണിൻ്റെ ശൗര്യത്തോടു കൂടി തന്നെയല്ലേ അച്ഛൻ വളർത്തിയത്. അപ്പോൾ സിംഹം തന്നെ. അവൾ തലയുയർത്തി പിടിച്ചുകൊണ്ട് തന്നെ അയാളെ നോക്കി ചിരിച്ചു. അപ്പോൾ ഈ വക്കീലിനെ ഞാൻ ഉറപ്പിക്കട്ടെ? തീർച്ചയായും. നിയമപുസ്തകത്തിലൊന്ന് മുങ്ങിത്തപ്പണം. എല്ലാം കയ്യിൽ നിന്നും പോയി കിടക്കുകയില്ലേ. അടുത്ത മാസം 15-നാണ് വാദം തുടങ്ങുന്നത്. നമുക്ക് മുന്നിൽ ദിവസങ്ങളില്ല. വക്കീൽ ഫീസിൻ്റെ കാര്യത്തിൽ സാറിന് ടെൻഷൻ വേണ്ട. അതെല്ലാം ആനന്ദ് സാർ തന്നോളും. സ്വന്തം അച്ഛനെയാണ് നീ സാറെന്ന് വിളിക്കുന്നത്. സത്യങ്ങളെല്ലാം അവനറിയുന്ന നിമിഷം എന്താകും അവസ്ഥ? സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിപ്പോകും അല്ലേ? സത്യങ്ങളൊന്നും സാർ ഒരിക്കലും ആനന്ദ് സാറിനോട് പറയരുത്. പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. അവൾ നീട്ടിപ്പിടിച്ച കയ്യിൽ അയാൾ തൻ്റെ കൈത്തലമർത്തി. എന്നെ വിശ്വസിക്കാം. ഞാനായിട്ടൊന്നും അവനെ അറിയിക്കില്ല. എല്ലാവരും അറിയുമ്പോൾ തന്നെ അവനും അറിഞ്ഞാൽ മതി. ലക്ഷ്മിയുടെ സമാധിക്കരികിൽ പോയി നിന്ന് യാത്ര പറഞ്ഞിട്ടാണ് അവൾ ലക്ഷ്മൺ പോറ്റിയോടൊപ്പം പൂമുഖത്തേക്ക് നടന്നത്.